ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബനിയൻ, പിന്നെ കേക്കിൻ്റെ ബോർഡ്, പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. റെഡ് ബനിയനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബോർഡ് മിക്ക റെഡ് ബനിയൻ ഉള്ളിൽ കടത്തി ആവശ്യത്തിന് പാകത്തിന് വെട്ടിയെടുത്തതിന് ശേഷം നമ്മളത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബനിയനെല്ലാം ഭംഗിയായി നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി എടുത്തിട്ടുള്ള ഒരു പഴയ പാൻറ്റാണ്, യൂണിഫോം പാൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ക്രിസ്മസ് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കഷ്ണം വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ സെൻറ്റർ പീസായിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് അതിനൊരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ റിബൺ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലും അതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കതിൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കുറേ മുന്നത്തെ ഒരു സംഭവമാണ്. ഓരോ ക്രാഫ്റ്റായി ഇതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഒടിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ക്രാഫ്റ്റിൽ അത് ഫിക്സ് ചെയ്ത് വെക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ മേരി ക്രിസ്മസ് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ റെയിൻഡറിനെയും ആ ബെല്ലൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. MDF മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എവിടെയോ വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ റെയിൻഡറിനെ എവിടെയും വെച്ചിട്ടൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അവസാനം റെയിൻഡറിനെ എടുത്ത് മാറ്റി നമ്മൾ ബെല്ലാണ് ചെയ്തത്. അപ്പോൾ ആ ബെല്ല് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് നമ്മൾ ഒരു ഗോൾഡൻ കളറിലെ ലീഫ് ഒട്ടിച്ചു. അതുപോലെ നമ്മുടെ പൈൻ കോൺ നമ്മൾ ജോർജിയയിൽ നിന്ന് കൊണ്ടുവന്നതും അതുപോലെ ഊട്ടിയിൽ നിന്ന് പറക്കിയ പൈൻ കോണൊക്കെ നമ്മളവിടെ ഒട്ടിച്ചു. പിന്നെ ഒരു ബോളും പിന്നെ ഒരു ബെല്ലും ഉള്ള സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ ഒട്ടിച്ച് അവിടെ സെറ്റാക്കി. പിന്നെ ഒരു ചെറിയുടെ ഒരു ബ്രാഞ്ചും ഒക്കെ ഒട്ടിച്ച് അവിടെ അടിപൊളിയാക്കി. അതിനുശേഷം നമ്മൾ ഇനി അടിയിലത്തെ ഭാഗത്താണ് ഒട്ടിക്കുന്നത്. അവിടെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു ലീഫ്, നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നമ്മൾ ക്രിസ്മസ് പൂവ്, ആ റെഡ് കളറിലുള്ള പൂവുണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ഡോറുമേ തൂക്കിയിടാനുള്ള റീത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ക്രിസ്മസിനെ ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ടുള്ളതുകൊണ്ടും അതൊക്കെ കുറച്ച് പെയിൻ്റ് അടിച്ച് അടിപൊളിയായിട്ടുള്ള നമുക്കിതുപോലത്തെ ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാം. നമുക്ക് ഡോറുമേ അതുപോലെ തൂക്കിയിടാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ബാക്കിലൊരു കുളത്തിടാൻ വേണ്ടിയിട്ടുള്ള ഈ സെയിം റിബൺ കൊണ്ട് തന്നെ ഒരു കുളത്ത് പോലെ ഉണ്ടാക്കി അത് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ തൂക്കിയിടാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അതുപോലെ ഇതുപോലത്തെ ഒത്തിരി ഡെക്കോർ ഐറ്റംസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.